അങ്കമാലിയിൽ യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഭർത്താവ് ജിനു പിടിയിൽ. സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതിയെ കോഴിക്കോട് നിന്നാണ് പിടികൂടിയത്. ഇന്നലെയായിരുന്നു ഭാര്യ റിയയെ കുത്തി പരിക്കേൽപ്പിച്ചത്. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽനാഥ്, ഈ ജിനുവിനെ എവിടെ വെച്ചാണ് പിടികൂടുന്നത്? അജിംഷാദ്, അങ്കമാലിയിൽ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ആ ഒരു കേസിൽ ഭർത്താവ് ജിനുവിനെ കോഴിക്കോട് വെച്ചാണ് പിടികൂടിയിരിക്കുന്നത്. ഈ ഒരു സംഭവം നടന്ന ഉടൻ തന്നെ ഇദ്ദേഹം സ്കൂട്ടറിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് അന്വേഷണം നടന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് വെച്ച് ജിനു പിടിയിലായിരിക്കുന്നത്. ഇന്നലെ ഏകദേശം രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. മുക്കന്നൂർ ഫെറോണ പള്ളിക്ക് സമീപത്ത് വെച്ചാണ് രാവിലെയോടുകൂടി ഈ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചത്. കഴുത്തിനും ഒപ്പം തന്നെ വയറിനുമാണ് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു ആക്രമണത്തിലേക്ക് പോയത് എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതായത് ഒരു ഡിവോഴ്സ് കേസ് കോടതിയിൽ നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നടന്ന ചില തർക്കങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു ആക്രമണത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഡിവോഴ്സ് കേസിന്റെ ഭാഗമായി കുട്ടിയെ കാണുവാൻ വേണ്ടി കോടതി 1 മണിക്കൂർ സമയം റിയയ്ക്ക് അനുവദിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റിയ ഈ ജിനുവിൻ്റെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു. ആ ഒരു സമയത്താണ് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ഭർത്താവ് ജിനു റിയയുടെ കഴുത്തിനും ഒപ്പം തന്നെ വയറിനും കുത്തി പരിക്കേൽപ്പിക്കുന്നത്. ഉടൻ തന്നെ അവിടെ നിന്നും ജിനു ഒരു സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ പിന്നീട് കോഴിക്കോട് വെച്ച് ഈ അന്വേഷണ സംഘം ജിനുവിനെ പിടികൂടുകയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ പിടികൂടിയത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. നിലവിൽ ഇപ്പോൾ ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റിയ നിലവിൽ ഇപ്പോൾ അപകട സാഹചര്യങ്ങളൊക്കെ തന്നെ തരണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അപകട നില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അജിംഷാദ്.